ഇനി മഹാരാഷ്ട്രയിലേക്ക് പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉടൻ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരാകും. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ മുംബൈ ആസാദ് മൈതാനത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇപ്പോൾ തന്നെ പ്രമുഖരായ നേതാക്കൾ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ചടങ്ങ് എപ്പോഴാണ്? നേരത്തെ നിശ്ചയിച്ച പോലെ 5:30 തന്നെ ചടങ്ങുകൾ നടക്കും. മുംബൈയിലെ ആസാദ് മൈതാനിലാണ് ഈ വലിയ ചടങ്ങ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഒരു വലിയ ആഘോഷമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ നടന്നിരുന്നു. ഏതാണ്ട് 40,000-ഓളം BJP പ്രവർത്തകരെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ VVIPകളുടെ ഒരു നീണ്ട നിര ഈ പരിപാടിയിലേക്ക് നമ്മൾ പ്രതീക്ഷയാണ്. അത്തരത്തിലുള്ള VVIPകളുടെ ഒഴുക്ക് ഇന്ന് ഉച്ചയോടെ തന്നെ മുംബൈയിലേക്ക് കണ്ടതാണ്. ചുരുങ്ങിയത് 10 സംസ്ഥാനങ്ങളിലെങ്കിലും NDA ഭരിക്കുന്ന 10 സംസ്ഥാനങ്ങളിലെങ്കിലും മുഖ്യമന്ത്രിമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ എത്തി. കേന്ദ്ര മന്ത്രിമാർ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ അടക്കമുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ. അതോടൊപ്പം തന്നെ ബോളിവുഡ്, മുംബൈ എന്ന് പറയുമ്പോൾ ബോളിവുഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നഗരമാണ്. ഷാറൂഖ് ഖാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങളെയും ഒക്കെ ഈ ചടങ്ങിൽ പ്രതീക്ഷിക്കുന്നു. സഞ്ജയ് ദത്തിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ശ്രീനാഥ്. അതുപോലെ ബോളിവുഡിലെയൊക്കെ ശ്രീനാഥ് പറഞ്ഞതുപോലെയുള്ള താരങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തും. തീർച്ചയായും അങ്ങനെ ഒരു വലിയ VVIPകളുടെ ഒരു നീണ്ട നിര തന്നെ ഈ ചടങ്ങിലേക്ക് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് മുംബൈ നഗരത്തിലാകെ കടുത്ത സുരക്ഷാ വലയം ഇപ്പോൾ പോലീസ് തീർത്തിട്ടുണ്ട്. കടുത്ത ഗതാഗത നിയന്ത്രണവും പലയിടങ്ങളിലുമുണ്ട്. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ തുടങ്ങും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി വീണ്ടും ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഫട്നാവിസിനെ സംബന്ധിച്ചിടത്തോളം 3ാമത്തെ ടേമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. 2014 ആദ്യ തവണ മുഖ്യമന്ത്രിയാകുമ്പോൾ അന്ന് ശരത് പവാറിന്റെ ഒരു റെക്കോർഡിന് തൊട്ടടുത്ത് അദ്ദേഹം എത്തി. പ്രായം കുറഞ്ഞ 2ാമത്തെ മുഖ്യമന്ത്രി എന്ന റെക്കോർഡാണ് അന്ന് അദ്ദേഹത്തിന് കിട്ടിയത്. പിന്നീട് 2019 ഏതാനും മണിക്കൂറുകൾ മാത്രമായിരുന്നെങ്കിൽ പോലും ഒരിക്കൽ കൂടി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കസേരയിൽ എത്തിയതാണ്. പിന്നീട് വീണ്ടും ഒരിക്കൽ കൂടി ഇപ്പോൾ മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നാഗ്പൂരിൽ നിന്നുള്ള MLA ആണ്. 99 മുതൽ നിരന്തരം നിയമസഭയിലേക്ക് എത്തുന്നു. RSSന്റെ ഒരു പശ്ചാത്തലം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറെ നിർണായകമാണ്. സംസ്ഥാനത്ത് പലപ്പോഴും ഈ മറാഠ രാഷ്ട്രീയമാണ് പലപ്പോഴും വലിയ ഒരു വോട്ട് ഉണ്ടാക്കുന്നത്, വോട്ട് നേടിക്കൊടുക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് വരുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ, മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ പുറകോട്ട് പോകാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും ഘടകങ്ങളും അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അതിനൊക്കെ അപ്പുറത്തേക്ക് RSSന്റെ ഒരു കടുത്ത പിന്തുണ എല്ലാ ഘട്ടത്തിലും അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഒരു രാഷ്ട്രീയ ചാണക്യൻ എന്നുള്ള നിലയ്ക്ക് അടുത്ത നിര നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു BJP നേതാവാണ് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. NCPയിലെയും ശിവസേനയിലെയും പിളർപ്പ് പോലും ഒരുപക്ഷെ ദേവേന്ദ്ര ഫട്നാവിസിന്റെ ബുദ്ധിയിൽ നിന്നാണ് അതിന്റെയൊക്കെ തുടക്കം എന്നതായി മുംബൈയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ എപ്പോഴും പറയാറുള്ളത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരം നീക്കങ്ങൾ മഹാരാഷ്ട്രയിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയത്തിനകം നടക്കും. ദേവേന്ദ്ര ഫട്നാവിസ് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. അദ്ദേഹത്തിന്റെ 3ാം ഊഴമാണിത്. ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരാകും. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനിശ്ചിതാവസ്ഥയുണ്ടായിരുന്നു. അതിനെല്ലാം ഇപ്പോൾ വിരാമമായിരിക്കുന്നു. മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, 10 സംസ്ഥാനങ്ങളിൽ NDA ഭരിക്കുന്ന 10 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ വേദിയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും യോഗി ആദിത്യനാഥ്, അതുപോലെ തന്നെ ബീഹാർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വേദിയിൽ സന്നിഹിതരാണ്. കൂടാതെ ബോളിവുഡ് രംഗത്തെ പ്രധാനപ്പെട്ട താരങ്ങൾ സൽമാൻ ഖാൻ, സഞ്ജയ് ദത്ത് ഉൾപ്പെടെയുള്ളവർ, രൺവീർ സിംഗ് ഉൾപ്പെടെയുള്ളവരെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ മുകേഷ് അംബാനിയുടെ കുടുംബാംഗങ്ങൾ, മകൻ, ഭാര്യ ഉൾപ്പെടെയുള്ളവർ, അങ്ങനെ അക്ഷരാർത്ഥത്തിൽ താരനിബിഡമായൊരു ചടങ്ങാണ് നടക്കാനിരിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇവരെല്ലാവരും പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് മുംബൈയിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. VVIPകളുടെ വലിയ നിരയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. അദ്ദേഹത്തിന് 3ാം ഊഴമാണിത്. 2014 മുതൽ ആദ്യ 5 വർഷം അദ്ദേഹം ആദ്യ ടേം വളരെ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു. പിന്നീട് 2019 കുറച്ച് ദിവസം അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു. പിന്നീട് രാജിവെച്ചു. അതിനുശേഷം ഇപ്പോൾ 3ാം തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. അല്പസമയത്തിനകം ചടങ്ങ് നടക്കും മഹാരാഷ്ട്രയിൽ.